ഹായ് ഓൾ. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ചാപ്റ്ററിലെ ഡിഡക്ഷൻസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഡക്ഷൻസ് ക്യാപിറ്റൽ ഗെയിനിൻ്റെ മുകളിലുള്ള ഡിഡക്ഷൻസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 54 ഈ പറയുന്ന ഡിഡക്ഷൻസ് മുഴുവനും ഇൻകം ടാക്സ് ആക്ടിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിഡക്ഷനായിട്ട് വരുന്നത് ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് കോമൺ ആയിട്ടുള്ള ഡിഡക്ഷനാണ് സെക്ഷൻ 54 വരുന്ന ഡിഡക്ഷൻ. സെക്ഷൻ 54 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ ഓഫ് എ റെസിഡൻഷ്യൽ ഹൗസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ അനദർ റെസിഡൻഷ്യൽ ഹൗസ്. അതായത് എസ് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ട് മറ്റൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് സെക്ഷൻ 54 പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സെയിൽ ചെയ്യുന്നത് എന്തായിരിക്കണം? ഒരു റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കണം. ആൻഡ് പർച്ചേസ് ചെയ്യുന്നതും ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈ ഡിഡക്ഷൻ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് ഒരു വർഷം മുമ്പ്, അതായത് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നതിന് ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടോ എന്ത് ചെയ്തിരിക്കണം? പുതിയൊരു റെസിഡൻഷ്യൽ ഹൗസ് അദ്ദേഹം വാങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഈ ഡിഡക്ഷൻ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് അല്ലെങ്കിൽ സെയിൽ ചെയ്തിട്ട് പിറ്റേ വർഷമാണ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അയാൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അയാൾ ക്യാപിറ്റൽ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറയുന്നൊരു അക്കൗണ്ട് സ്കീമുണ്ട്. പൊതുവേ ക്യാപിറ്റൽ ഗെയിൻസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകളിലുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടാണ്. ദാറ്റ് ഈസ് നമ്മളതിന് ഷോർട്ടായിട്ട് CGA അക്കൗണ്ട് എന്നാണ് പറയുക. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് എന്നാണ് പറയുക. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് സെക്ഷൻ 54 പ്രകാരമുള്ള ഡിഡക്ഷന് എലിജിബിളാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഒരു 8 ലക്ഷം രൂപയുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വേറെ വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് അതേ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപയും നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. ഓക്കെ, എത്ര എമൗണ്ട് ആണോ നിങ്ങൾ പുതിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് ഡിഡക്ഷനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൻ 54 പ്രകാരമുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സെക്ഷൻ 54B ആണ്. ട്രാൻസ്ഫർ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് ഇൻവെസ്റ്റഡ് ഇൻ അനദർ അഗ്രികൾച്ചറൽ ലാൻഡ്. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് സെക്ഷൻ 54B ആണ്. സെക്ഷൻ 54B പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസസി അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് സെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ ഫണ്ട് യൂസ് ചെയ്ത് മറ്റൊരു അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 54B പ്രകാരമുള്ള ഡിഡക്ഷൻ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? മറ്റൊരു അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം. അതും ഈ പറഞ്ഞ പോലെ വിത്തിൻ 2 years ആണ്. അതായത് ഈ വർഷമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ ഈ വർഷം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? പുതിയൊരു അഗ്രികൾച്ചർ ലാൻഡ് പർച്ചേസ് ചെയ്തിരിക്കണം. ആൻഡ് ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആ എമൗണ്ട് വിത്തിൻ 2 years നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വിഡ്രോ ചെയ്തിട്ട് അഗ്രികൾച്ചറൽ ലാൻഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ സെക്ഷൻ 54B പ്രകാരമുള്ള ഡിഡക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സെക്ഷൻ 54EC ആണ്. സെക്ഷൻ 54EC ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്സ്. ഈ സെക്ഷൻ 54EC ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സെക്ഷൻ 54EC എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പൊതുവെ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ കിട്ടിയ പണം എന്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം? ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്സ്. അപ്പോൾ ഈ സ്പെസിഫൈഡ് അസറ്റ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്നുണ്ട്. അപ്പോൾ എക്സെപ്ഷൻ ഈസ് അവൈലബിൾ ടു ഓൾ കാറ്റഗറീസ് ഓഫ് ടാക്സ് പേയേഴ്സ്. എല്ലാവർക്കും അത് എലിജിബിൾ ആണ്.
അപ്പോൾ എന്തൊക്കെയായിരിക്കണം അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ദ അസസി ഷുഡ് ട്രാൻസ്ഫർ എ ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് വേണം അദ്ദേഹം എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ. ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് എന്താ നമുക്കറിയാം, അതായത് 36 മാസത്തിൽ കൂടുതൽ അദ്ദേഹം ഉപയോഗിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള അസറ്റ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ലോങ് ടേം ക്യാപിറ്റൽ അസെറ്റ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഈ പറയുന്ന അസസി ആ കിട്ടിയ എമൗണ്ടിനെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്തിരിക്കണം, ഏതെങ്കിലും ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണ്? വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്നാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയുമ്പോൾ നവംബർ അല്ലെങ്കിൽ ഒക്ടോബറിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ മുതൽ 6 മാസം വരെ നമുക്ക് ഈ ഒരു എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. അതായത് അതിന് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഒരു സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ എ ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ് ബൈ ആൻ അസസി ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദ ഒറിജിനൽ അസറ്റ് ട്രാൻസ്ഫേർഡ് ആൻഡ് ദി സബ്സിക്വൻറ്റ് ഫിനാൻഷ്യൽ ഇയർ ഷാൽ നോട്ട് എക്സീഡ് 50 lakhs rupees. അതായത് 50 ലക്ഷത്തിൽ കൂടാത്ത ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, 50 ലക്ഷത്തിൽ കൂടിയാലും നമുക്ക് എന്ത് കിട്ടില്ല, ഈ ഡിഡക്ഷൻ കിട്ടില്ല. അപ്പോൾ 50 ലക്ഷത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഇനി നമ്മൾ നോക്കേണ്ടത് വാട്ട് ആർ ദി സ്പെസിഫൈഡ് അസറ്റ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്പെസിഫൈഡ് അസറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്പെസിഫൈഡ് അസറ്റ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? Any bonds redeemable after 5 years issued on or after 1/4/2018 and issued by ആരൊക്കെയാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, ദാറ്റ് ഇസ് NHAIയുടെ ബോണ്ടുകൾ. ദെൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ദാറ്റ് ഈസ് RECLൻ്റെ ബോണ്ടുകൾ. പിന്നെ എനി അതർ ബോണ്ട് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകമായി നോട്ടിഫൈ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും ബോണ്ടുകൾ. അപ്പോൾ ഈ പറയുന്ന 3 സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പെസിഫൈഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി, അതായത് NHAIയുടെ ബോണ്ടുകൾ. പിന്നെ വരുന്നത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്, ദാറ്റ്സ് RECLൻ്റെ ബോണ്ടുകൾ. പിന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബോണ്ടുകൾ സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതിനെങ്കിലും 3 ഏതിനെങ്കിലും ഒന്നിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ പറയുന്ന സെക്ഷൻ 54EC പ്രകാരമുള്ള ഡിഡക്ഷന് നമ്മൾ എലിജിബിൾ ആവത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഡിഡക്ഷൻ വരുന്നത് സെക്ഷൻ 54F ആണ്. ദാറ്റ് ഇസ് ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റഡ് ഇൻ വൺ റെസിഡൻഷ്യൽ ഹൗസ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ്. സെക്ഷൻ 54 നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, റെസിഡൻഷ്യൽ ഹൗസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മളൊരു പുതിയ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണെങ്കിൽ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സെക്ഷൻ 54Fൽ പറയുന്നത് capital gain arising on the transfer of any long-term capital asset other than residential house property is qualified for exemption provided on the date of transfer and the taxpayer does not own more than one residential house property and the taxpayer should acquire one residential house property in India to get the benefit of exemption. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ലാത്ത മറ്റേതെങ്കിലും പ്രോപ്പർട്ടീസ് സെയിൽ ചെയ്തിട്ട് നമ്മളൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് സെക്ഷൻ 54F പ്രകാരമുള്ള ഡിഡക്ഷന് നമ്മൾ എലിജിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അല്ലാത്ത നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആ ഒരു പർട്ടിക്കുലർ ഷോപ്പ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമുക്കുണ്ടായിരുന്നു. ആ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നമ്മൾ സെയിൽ ചെയ്തിട്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന എമൗണ്ട് നമ്മളൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ക്ലെയിം ഫോർ ദിസ് ഡിഡക്ഷൻ. ഓക്കെ, ആൻഡ് അപ്പോൾ അതിൻ്റെ എന്താണ് ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 2 years ആയിരിക്കും. വിത്തിൻ 2 years നമ്മൾ വാങ്ങിയിരിക്കണം. ആൻഡ് പിന്നെ ഒന്നുകിൽ ബിഫോർ 1 year ആണ്, 2 year ആഫ്റ്റർ പർച്ചേസ് ആണ് പറയണത്, ട്രാൻസ്ഫർ ആണ് പറയുന്നത്. ഇനി കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നിങ്ങളിപ്പോൾ വാങ്ങുകയല്ല, കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് റെസിഡൻഷ്യൽ ഹൗസ് എങ്കിൽ 3 വർഷം കൊണ്ട്, അതായത് ട്രാൻസ്ഫർ ചെയ്തിട്ട് വിത്തിൻ 3 years നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഈ എക്സെപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ വരുന്നത് എത്രമാത്രം ഡിഡക്ഷൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് നമ്മൾ എത്ര രൂപയുടെ
പുതിയ അസറ്റാണ് അല്ലെങ്കിൽ പുതിയ റെസിഡൻഷ്യൽ ഹൗസാണ് വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് ക്യാൻ ബി ഡിഡക്റ്റബിൾ. അത് അത്രയും എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിനും അതേപോലെ കോസ്റ്റ് ഓഫ് ദ അസറ്റും കമ്പയർ ചെയ്തിട്ട് വിറ്റെവർ ഈസ് ലെസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവേ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ സെക്ഷൻ 54F പ്രകാരമുള്ള ഡിഡക്ഷനായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഡിഡക്ഷൻ വരുന്നത് 54G ആണ്. 54G, എക്സെപ്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ഷിഫ്റ്റിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫ്രം ആൻ അർബൻ ഏരിയ ടു നോൺ അർബൻ ഏരിയ. ഓക്കെ, ഒരു അർബൻ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനം നമ്മളൊരു നോൺ അർബൻ ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അർബൻ ഏരിയയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിനെ ഒരു നോൺ അർബൻ ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തിന് അപ്ലൈ ചെയ്യാം, സെക്ഷൻ 54G പ്രകാരമുള്ള ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതും എല്ലാ കാറ്റഗറീസ് ഓഫ് എസ്എസ്സിസിനും പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ദ ട്രാൻസ്ഫർ ഇസ് എഫക്റ്റഡ് ഓൺ ദ കോഴ്സ് of or consequences of shifting and undertaking from one urban area to non urban area. അതായത് അർബൻ ഏരിയയിൽ നിന്നിരുന്ന ഒരു സ്ഥാപനം എടുത്ത് നമ്മൾ നോൺ അർബൻ ഏരിയയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഈ പറയുന്ന അസറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് മെഷീനറി ഉണ്ടാവാം, പ്ലാന്റ്, ബിൽഡിംഗ്, ലാൻഡ്, മറ്റെന്തെങ്കിലും റൈറ്റ്സ് ഒക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിനായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. ഓക്കെ, ആ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന സാധനങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിഡക്ഷന് എലിജിബിൾ ആയിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ പുതിയ നോൺ അർബൻ ഏരിയയിൽ പോയിട്ട് നമ്മൾ പുതിയ മെഷീനറി വാങ്ങുക, പുതിയ അക്കൗണ്ട് സിസ്റ്റം ഉണ്ടാക്കുക, പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സെപ്ഷൻ കുറച്ചുകൂടിയും എന്താണ് വാലിഡായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ സെക്ഷൻ 54G പ്രകാരമുള്ള ഡിഡക്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള ഡിഡക്ഷൻസാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ 2-3 എക്സാമ്പിൾസും കൂടി നമ്മൾ നോക്കാം, എങ്ങനെയാണിത് നമ്മൾ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ ബാലകൃഷ്ണൻ പ്രൊവൈഡ്സ് യു ദ ഫോളോവിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ സെയിൽ ഓഫ് ഹിസ് ഓൺലി റെസിഡൻഷ്യൽ ഹൗസ്. കാൽക്കുലേറ്റ് ഹിസ് ക്യാപിറ്റൽ ഗെയിൻ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. അപ്പോൾ എന്താ പറയുന്നത്, ഒരു അസസ്സിയുടെ എന്താണ് ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോൾഡ് ദ ഹൗസ് ഓൺ സെപ്റ്റംബർ 2023. അയാളുടെ റെസിഡൻഷ്യൽ ഹൗസ് അയാൾ 50 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട് ഇൻ സെപ്റ്റംബർ 2023. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ കണക്ഷൻ വിത്ത് ദ ട്രാൻസ്ഫർ 25,000 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൗസ് പർച്ചേസ്ഡ് ഇൻ ജാനുവരി 2000 അയാൾ വീട് വാങ്ങിയപ്പോൾ ഉള്ള വില എന്ന് പറയുന്നത് 2,40,000 ആണ്. ദെൻ FMV ഓൺ 1st May 2004 പറഞ്ഞിട്ടുണ്ട്. FMV 2004 FMV എന്ന് പറയുന്നത് 4,20,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇൻവെസ്റ്റഡ് ഇൻ ബോണ്ട് ഇഷ്യൂഡ് ബൈ NHA വേഴ്സസ് 54 EC ഇൻ ജാനുവരി 2024. അപ്പോൾ ഈ സെയിൽ ചെയ്ത് ഡേറ്റ് ഏതാണെന്ന് നോക്കണം, സെപ്റ്റംബർ 23 ആണ്. അത് കഴിഞ്ഞ് ജാനുവരി 2024 ആയപ്പോഴേക്കും അവർ NHAയുടെ ഒരു എന്താണ് സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ NHA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലോങ് ടേം സ്പെസിഫൈഡ് അസറ്റ്സ് ആണ്. ദാറ്റ് ഈസ് ആ ഒരു സംഭവം ആണ് നമ്മൾ എന്ത് പറയുന്നത് ECയിൽ പറയുന്നത്. പിന്നെ ദ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ദാറ്റ് CIA ലോങ് ടേം ആണല്ലോ, സോ CIA തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ആണ് ആദ്യം എഴുതുക, ദാറ്റ് ഈസ് 50,000 ലെസ് എക്സ്പെൻസസ് ഓൺ ട്രാൻസ്ഫർ 25,000. അപ്പോൾ നമുക്ക് ബാക്കി 49,750 കിട്ടും. ഓക്കെ, 49,75,000 കിട്ടും. അത് നെറ്റ് സെയിൽ കൺസിഡറേഷൻ ആണ്. ദെൻ അതിനകത്ത് നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും ആണ് കുറയ്ക്കാനുള്ളത്. അപ്പോൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കുക, വി ഹാവ് 2000-ലും അതേപോലെ 2004-ലും ഉള്ള FMVs തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള FMV ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള FMV എന്ന് പറയുന്നത് എത്രയാണ്, 4,20,000. സോ നമ്മൾ ഇൻഡെക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 4,20,000 ഇൻറ്റു പിന്നെ ഈ ട്രാൻസ്ഫർ ഈ വർഷത്തെ ഉള്ള
എന്താണ് CAA വരും, ദാറ്റ് ഈസ് 348 ഡിവൈഡഡ് ബൈ 113. 113 എന്ന് പറയുന്നത് എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അക്യൂസേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 2004 CAA നമുക്ക് തന്നിട്ടുണ്ട് 113 ആണ്. അങ്ങനെ 348 ഡിവൈഡഡ് ബൈ 113 ഇൻറ്റു 4,20,000 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,93,451 കിട്ടും. സോ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ റൈസ് ചെയ്തു. ഇനി ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടി. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഓക്കെ. അപ്പോൾ അതിൽ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ 54 പ്രകാരമുള്ള ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതായത് എന്ത് ചെയ്തിട്ടുണ്ട്? 2004 അദ്ദേഹം പുതിയൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ വരുന്നത് നമ്മുടെ സ്പെസിഫൈഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ്. ദാറ്റ് ഇസ് സെക്ഷൻ 54 EC പ്രകാരം ഇൻവെസ്റ്റഡ് ഇൻ ബോണ്ട് ഇഷ്യൂഡ് ബൈ NH, നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബോണ്ടിൽ. അത് എത്രയാണ്? 8,50,000 ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാം. സോ ദ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 17,81,549 രൂപയുടെ മുകളിലാണ് അയാൾ എന്ത് കൊടുക്കേണ്ടി വരിക? ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് മിസ്റ്റർ ചന്ദ്രദാസ് പ്രൊവൈഡഡ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്. Calculate his capital gain for the assessment year 2024-25. House purchased in January 1995 തന്നിട്ടുണ്ട്. Sold in August 2023. Purchased another residential house in November 23. Invested in the bond issued by NHAI bonds under section 54 EC. അപ്പോൾ ഇതിൽ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 40 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ലക്ഷം നമ്മൾ എഴുതി. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CAA ഓഫ് ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CAA ഓഫ് ദ ഇയർ ഓഫ് അക്വിസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 1995 അയാൾ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 2000 മുൻപാണെങ്കിൽ നമ്മൾ ബേസ് ഇയറിൻ്റെ CAA ആണ് എടുക്കുക. അപ്പോൾ 348 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 16,80,840 കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ഗെയിൻ കിട്ടി. ക്യാപിറ്റൽ ഗെയിനിന് നമുക്ക് 2 എക്സെപ്ഷൻസ് ക്ലെയിം ചെയ്യാനുണ്ട്. ഒന്നെന്താണ്? സെക്ഷൻ 54 പ്രകാരമുള്ള നമ്മൾ പുതിയൊരു ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത കാര്യം. പിന്നെ അതേപോലെ നമ്മുടെ സെക്ഷൻ 54 EC പ്രകാരമുള്ള ഡെപ്പോസിറ്റ്. ഓക്കെ, അതായത് ബോണ്ട് പർച്ചേസ് ചെയ്തതും നമുക്ക് ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് മിസ്റ്റർ രാജ പർച്ചേസ്ഡ് ആൻ അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ 2010 for rupees 1,70,000. The land was sold on 1st May 2023 for rupees 7,40,000. He purchased another plot of agricultural land on 1st September 2023 for rupees 2,55,000. Compute his capital gain for the assessment year 2024-25. CAA തന്നിട്ടുണ്ട് 2010-11 167, 2023-24 348. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഹൗസ് വിറ്റിട്ട് മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിനകത്തുള്ളത്. അതായത് സെക്ഷൻ 54B പ്രകാരമുള്ളത്. അപ്പോൾ അഗ്രികൾച്ചറൽ ലാൻഡ് അയാൾ 7,40,000 രൂപയ്ക്ക് വിറ്റു. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ചെയ്യാൻ അറിയാം. ദാറ്റ് ഇസ് 1,70,000 ഇൻറ്റു CAA ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CAA ഓഫ് ദി ഇയർ ഓഫ് ഇൻഡെക്സ് അക്വിസിഷൻ, അതായത് 348/167. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LTCG കിട്ടി. ആൻഡ് LTCGനകത്ത് നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? സെക്ഷൻ 54B പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. ദാറ്റ് ഈസ് പർച്ചേസിങ് ഓഫ് ആൻ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, അപ്പോൾ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റിട്ട് മറ്റൊരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങുവാണെങ്കിൽ നമുക്ക് എമൗണ്ട് എന്ത് ചെയ്യാം? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവസാനം അദ്ദേഹത്തിനുള്ള ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? 1,30,749.